33 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ജന്മനാട്ടിലേക്കൊന്ന് യാത്ര ചെയ്യാൻ സാധിക്കാതെ പോയ ഒരു പ്രവാസിയാണ് കൂടെയുള്ളത്. മലപ്പുറം ജില്ലയിലെ പുറത്തൂർ പടിഞ്ഞാറക്കര സ്വദേശി മണികണ്ഠൻ. എല്ലാ പ്രവാസികളെയും പോലെ സ്വന്തം കുടുംബത്തിന് താങ്ങാവാൻ 1993 ഗൾഫിലെത്തിയതായിരുന്നു മലപ്പുറം പുറത്തൂർ സ്വദേശി കട്ടയിൽ മണികണ്ഠൻ. കഴിഞ്ഞ 33 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും കേരളത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. പ്രശ്നങ്ങൾ നിറഞ്ഞ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ നാടണയാൻ തുണയായത് സാമൂഹിക പ്രവർത്തകനും KMCC മലപ്പുറം ജില്ലാ മുൻ ഭാരവാഹിയുമായ റിയാസ് ഒമാനൂരിൻ്റെ നിരന്തരമായ പരിശ്രമങ്ങളും ഇടപെടലുകളും വഴിയാണ്. 3 പതിറ്റാണ്ട് നീണ്ട പ്രവാസത്തിനിടയിൽ എന്തുകൊണ്ട് ഒരിക്കൽ പോലും നാട്ടിലേക്ക് പോയില്ല എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ഗൾഫ് ജീവിതത്തിൻ്റെ വിഷമങ്ങൾ നിറഞ്ഞ അവസ്ഥകളാണ് കാരണമെന്ന് മണികണ്ഠൻ പറയുന്നു. ഞാൻ 33 വർഷമായി ഇവിടെ. നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായി, കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും പണിയും കാര്യങ്ങളും ഒന്നും ശരിയായില്ല. പണിയെടുത്ത് പൈസ കുറേ കിട്ടാനുമുണ്ട്. ഞാൻ വന്ന് 93 വന്നു. 4 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോകാൻ വരുന്നത്. അപ്പോഴാണ് എനിക്കൊരു വിസ കിട്ടിയത്. വിസ അടിയനെ കൊണ്ടുവന്നു. പക്ഷേ പുള്ളിക്കാരെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, കയറ്റി വിടണം. അപ്പോൾ ഞാൻ പോകാൻ വെച്ച പെട്ടി ഞാൻ റെഡിയായി നിൽക്കുക പോകാൻ വേണ്ടിയിട്ട്. ഇയാളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടൊക്കെയാണ് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ച് കല്യാണം കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇത് നടന്നില്ല. എൻ്റെ പെട്ടിയും സാധനങ്ങളെല്ലാം അയാൾക്ക് കൊടുത്ത് അയാൾ കയറ്റി വിട്ടു. പിന്നെ ഇയാൾ പോയി. ഞാൻ ഇങ്ങനെ പിന്നെ 2 വർഷം കഴിഞ്ഞ് അപ്പോഴത്തേന് അറബി വിസ അടിക്കാൻ പൈസ ചോദിക്കുന്നു. അപ്പോൾ 10-60 ദിനാർ അതിന് കൊടുക്കുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നെ പണിയും കാര്യങ്ങളൊന്നും കുറവായി. പിന്നെ അങ്ങനെ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായി. വിസ കാലാവധി തീർന്നതും പാസ്പോർട്ട് കാലാവധി തീർന്നതും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ. അവിവാഹിതനായ മണികണ്ഠൻ്റെ മാതാപിതാക്കൾ ഇതിനിടെ മരണപ്പെട്ടു. സുഹൃത്ത് ഗംഗാധരൻ വഴി സാമൂഹിക പ്രവർത്തകനും മലപ്പുറം ജില്ലാ KMCC മുൻ ഭാരവാഹിയുമായ റിയാസ് ഒമാനൂരിൻ്റെ അടുക്കൽ എത്തിയതോടെയാണ് മണികണ്ഠന് പ്രശ്നങ്ങളിൽ നിന്ന് ഒന്നൊന്നായി പതിയെങ്കിലും മോചനം സാധ്യമായത്. റിയാസിൻ്റെ നിരന്തരമായ ഇടപെടലുകളിലൂടെ ഇന്ത്യൻ എംബസിയുടെയും എമിഗ്രേഷൻ്റെയും സഹായത്താൽ മണികണ്ഠന് നാട്ടിലേക്ക് പോകുവാനുള്ള ഔട്ട് പാസ് ലഭിച്ചു. ബഹ്റൈൻ തിരൂർ കൂട്ടായ്മ വിമാന ടിക്കറ്റ് നൽകുകയും ചെയ്തു. തിരികെ പോകുമ്പോൾ 3 പതിറ്റാണ്ടുകൾ നീണ്ട തൻ്റെ പ്രവാസ ജീവിതത്തെ മണികണ്ഠൻ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു വിഷമമുണ്ട്. 33 വർഷം വെറുതെ പാഴായി പോയി. അതിലാണെങ്കിൽ ഒരു പൈസയില്ല, ജീവിതം ലൈഫും പോയി. ഒരു ബുദ്ധിമുട്ടായി. ഇനി അവിടെ കൂടുതലൊന്നും വല്ല അസുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും പ്രശ്നം. വിസയും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ബുദ്ധിമുട്ടല്ലേ, വല്ല സൂക്കടും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ മുന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിന്നെ പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിലനിൽക്കുന്നത്. അതിന് പിന്നെ KMCCക്കാരെല്ലാം വന്ന് റിയാസ് അവരെല്ലാം സഹായിച്ച് ടിക്കറ്റെല്ലാം എടുത്ത് തന്നു, ഫൈനെല്ലാം കെട്ടി. നീണ്ട 33 വർഷക്കാലത്തെ പ്രവാസത്തിന് ശേഷം നാടിനെയും നാട്ടുകാരെയും കൂടപ്പിറപ്പുകളെയും കാണാനെത്തിയ മണികണ്ഠനെ സ്വീകരിക്കാൻ തിരികെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത റിയാസ് വിമാനത്താവളത്തിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.